യൂത്ത് കോൺഗ്രസിനെതിരെ PJ കുര്യന്റെ വിമർശനത്തിൽ കോൺഗ്രസിൽ കൂട്ടയടി. വിമർശനം ഏറ്റുപിടിക്കാൻ തയ്യാറാകാതിരുന്ന KPCC അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് ശക്തമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമാക്കി. എന്നാൽ കോൺഗ്രസിന് വേണ്ടി സതുദ്ദേശത്തോടെയാണ് നിർദ്ദേശം നൽകിയതെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും PJ കുര്യൻ പ്രതികരിച്ചു. കുര്യനെ അനുകൂലിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയപ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ പ്രസ്താവനയിൽ വിയോജിപ്പ് കടുപ്പിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെതിരായ പ്രസ്താവനയിൽ വിമർശനം കടുക്കുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് PJ കുര്യൻ. പാർട്ടിയും സംഘടനയും ശക്തിപ്പെടുത്താൻ സതുദ്ദേശത്തോടെ നൽകിയ നിർദ്ദേശമാണെന്നാണ് വാദം. പറഞ്ഞത് ഉത്തമ ബോധ്യത്തോടെയാണ്, ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതിൽ എന്താണ് ദോഷമെന്നും PJ കുര്യന്റെ ചോദ്യം. എല്ലാ പഞ്ചായത്തിലും യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ടാകണം. 25 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാകണം എങ്കിലും ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് യാതൊരു പാർട്ടിക്ക് വേണ്ടി പറഞ്ഞ ഒരു അഭിപ്രായമാണ്. അതിലെവിടെ ദോഷമെന്ന് എനിക്ക് അറിയത്തില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി എനിക്ക് ബോധ്യമുള്ള കാര്യം, ഉത്തമ ബോധ്യമുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും എൻ്റെ അഭിപ്രായം അതാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എല്ലാ പഞ്ചായത്തുകളിലും യൂത്ത് കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാക്കണമെന്ന ആവശ്യവും PJ കുര്യൻ ഇന്നും ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തുകളിൽ CPM-ന്റെ ഗുണ്ടായുസം അറിയാമല്ലോ, അതിനെ നേരിടണമെങ്കിൽ നമുക്കും കുറെ ചെറുപ്പക്കാർ വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കോ, സമരത്തിൽ നിർത്തിയാൽ വാർത്ത വരും, TV-യിൽ വരും, അതിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണം. എന്നാൽ വിമർശനം പൂർണ്ണമായും ഏറ്റുപിടിക്കാതെയായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തമായാണ് മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാക്കിയ സണ്ണി ജോസഫ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കുന്നതിൽ തെറ്റില്ലെന്നും പറഞ്ഞു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങളുമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. അവരെ പോലീസ് കിരാതമായിട്ട് മർദ്ദിച്ചവശരാക്കുന്നു, കള്ളക്കേസുകളിൽ കുടുക്കി പീഡിപ്പിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും KSU പ്രവർത്തകരും അക്രമത്തിന് വിധേയരാകുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്താണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ PJ കുര്യനെ അനുകൂലിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. കുര്യൻ പറഞ്ഞതിനെ സതുദ്ദേശത്തോടെയാണ് കാണുന്നതെന്നും ആളില്ലാത്ത മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടണമെന്നും ചെന്നിത്തല പറഞ്ഞു. കുര്യൻ സാർ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം സതുദ്ദേശത്തോടുകൂടി ഒരു ഉപദേശ രൂപേണ പറഞ്ഞതാണ്. അത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല. കുറച്ചുകൂടി എല്ലാ പ്രവർത്തന രംഗത്തും യൂത്ത് കോൺഗ്രസും ഒക്കെ സജീവമാകണം എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. കുര്യന്റെ വിമർശനം തള്ളുകയാണ് ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം സ്തുത്യർഹമെന്ന് ഷാനിമോൾ ഉസ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചു. PJ കുര്യൻ പറഞ്ഞതെല്ലാം ഉൾക്കൊള്ളുന്നുവെന്നും എന്നാൽ തീക്ഷ്ണമായ സമരങ്ങൾ കാണണമെന്നും യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങളൊരു വളരെ പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് യാതൊരു 40 വർഷത്തെ അല്ലെങ്കിൽ 40+ അല്ലെങ്കിൽ 50+ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ളൊരു ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും തലമുതിർന്ന വ്യക്തിയാണ് കുര്യൻ സാർ. എന്ത് യാതൊരു സംശയമില്ല. അപ്പോൾ സാറ് പറയുന്ന വിമർശനങ്ങളും അതുപോലെ തന്നെ പറയുന്ന അഡ്വൈസും ഒക്കെ അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തിട്ടത്. KSU സമരം കാണാൻ PJ കുര്യനെ ക്ഷണിച്ചുള്ള കുറിപ്പാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. സാറേ സാറേ എന്ന് പലതവണ വിളിക്കുന്ന കുറിപ്പിൽ AC റൂമിലിരുന്ന് TV കാണുമ്പോൾ കണ്ണട തുടയ്ക്കണമെന്നും പരിഹസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.